സ്ത്രീകളെയും അലട്ടുന്ന പ്രശ്നമാണ് വെള്ളപോക്ക്, വൈറ്റ് ഡിസ്ചാർജിങ്, പ്രൈവറ്റ് പാർട്ട് ഏരിയയിൽ ഉണ്ടാകുന്ന കറുപ്പ്, ദുർഗന്ധം, പിന്നെ നമ്മുടെ PCOD പ്രോബ്ലം. പല സ്ത്രീകളുടെയും അലട്ടുന്ന പ്രശ്നമാണ് PCOD പ്രോബ്ലം. അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് പല സ്ത്രീകളെയും അലട്ടുന്ന പ്രശ്നമാണ് PCOD പ്രോബ്ലം, വൈറ്റ് ഡിസ്ചാർജിങ്, അതായത് വെള്ളപ്പോക്ക്, പ്രൈവറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ദുർഗന്ധം, ആ ഒരു ഏരിയയിലെ കറുപ്പൊക്കെ. അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അത് നിങ്ങൾ ചെയ്യാനും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൂടെ പോയ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ ഒരു കാര്യം പറയുന്നത്. ഇത് ഫേക്കായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ്. ഇപ്പം പല സ്ത്രീകൾക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ പീരീഡ് തുടങ്ങി ആദ്യം ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യം വന്നതിന് ശേഷം ചെറിയ അതായത് 16, 15, 13 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ പീരീഡ് സ്റ്റാർട്ട് ചെയ്യാറില്ല. മെൻസസിൻ്റെ ആ ഒരു ടൈമൊക്കെ ചേഞ്ച് ആയിട്ട് വരികയും അത് കറക്റ്റായിട്ട് വരാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ അത് ശ്രദ്ധിക്കാതിരുന്ന് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ അവരുടെ ശരീരത്തും ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് എന്തെങ്കിലും ഒരു സമയത്ത് പോയി അന്വേഷിക്കുമ്പോഴായിരിക്കും കുട്ടികൾക്ക് PCOD പ്രോബ്ലം ഉള്ളതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. പലരും ചിന്തിക്കും പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും PCOD പ്രോബ്ലം എന്നൊക്കെ ഉള്ളത്. പണ്ട് തലമുറകളിൽ അധികം ആരിലും PCOD പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ തലമുറയിലാണ് PCOD പ്രോബ്ലം ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത്. കാരണം അത് പ്രത്യേകിച്ച് പ്രായമില്ല, ഫസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ടുള്ള കുട്ടികൾക്ക് വരെയും ഈ PCOD പ്രോബ്ലങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനുള്ള ഉത്തമമായിട്ടുള്ള പരിഹാരമാണ് ഞാനിന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു PCOD പ്രോബ്ലം വളരെ പെട്ടെന്ന് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ പല സ്ത്രീകളെ അലട്ടുന്ന പ്രശ്നമാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ആ ഒരു കറുപ്പും പിന്നെ ആ ഒരു ഏരിയയിലെ ദുർഗന്ധമൊക്കെ. അതും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ മാറ്റാനായിട്ട് സാധിക്കും. നമ്മുടെ അശ്രദ്ധക്കുറവ് കാരണവും നമ്മൾക്ക് ആ ഒരു പ്രൈവറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ദുർഗന്ധം വരാനായിട്ടും കറുപ്പ് വരാനായിട്ടുള്ള കാരണമാകുന്നത് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ ചെറിയ രീതിയിലൊരു ഫംഗസ് ഉണ്ട്. ആ ഫംഗസ് നമ്മുടെ ആ ഒരു ഏരിയയിൽ ഉണ്ട്. പക്ഷെ എന്നാൽ അതിൽ കൂടുതലായിട്ടുള്ള ഫംഗസ് ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിൽ ദുർഗന്ധം കൂടുതലായിട്ട് വ്യാപിക്കുന്നതും ആ ഒരു ഏരിയയിലെ ഫംഗസ് കൂടി വന്നിട്ട് അവിടെ കറുപ്പായിട്ടൊക്കെ മാറുന്നുണ്ട്. ഈ നമ്മുടെ ആ ഒരു ഏരിയയിൽ ഒരു കുറച്ച് ശതമാനം ഫംഗസ് ഉണ്ട്. അത് അവിടെ വേണ്ടതാണ്. നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫംഗസ് ആണ്. അതായത് നമ്മുടെ മറ്റുള്ള ബുദ്ധിമുട്ടുകളെ തടഞ്ഞു നിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ഫംഗസ് ആണ്. പക്ഷേ നമ്മുടെ ആ ഒരു ഫംഗസിനെ നശിപ്പിക്കുന്നത് നമ്മളായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ ആ ഒരു ഏരിയ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ എന്നാൽ നമ്മൾ കൂടുതലായി വൃത്തി കൂടുമ്പോൾ നമ്മൾ സോപ്പിട്ട് വാരിയൊക്കെ അങ്ങ് കഴുകാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു മിതമായ രീതിയിൽ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യണം. പക്ഷെ എന്നാൽ ക്ലീൻ ചെയ്യേണ്ടതെന്നല്ല പറഞ്ഞത്, ആവശ്യത്തിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകുക, ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം ഉപയോഗിക്കുക, സോപ്പ് ഉപയോഗിക്കുക. എങ്ങനെയാണോ കംഫർട്ടബിൾ അതേ രീതിയിൽ ചെയ്യാം. വീര്യം കുറഞ്ഞ സോപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ അമിതമായി വീര്യം കൂടിയ സോപ്പുകൾ ഉപയോഗിച്ച് കഴിയുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു ഏരിയയിലെ ഫംഗസ് നശിച്ചു പോകും. പിന്നെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗസ് അവിടെ ഇല്ലാതിരിക്കുന്നത് കൊണ്ട്, അതായത് നമ്മുടെ ആ ഒരു ഏരിയയിൽ ആവശ്യമായിട്ടുള്ള ഫംഗസ്, പക്ഷെ ബാക്കിയുള്ള ഫംഗസിനെയൊക്കെ നമ്മൾ തുടച്ച് നീക്കണം. പക്ഷെ എന്നാൽ ആ ഒരു ഏരിയയിൽ ഫംഗസ് വേണ്ടത് ആവശ്യമാണ്. അത് വളരെ കുറച്ച്, അമിതമല്ല, കുറച്ച് രീതിയിൽ ഫംഗസ് ആ ഒരു ഏരിയയിൽ വേണം. അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് തുടച്ച് മാറ്റുകയാണെങ്കിൽ നമ്മൾ അറിയാതെ പോലും അവിടെ ഫംഗസ് രൂപപ്പെടുകയും മറ്റുള്ള വേറെ രീതിയിലുള്ള ഫംഗസ് നമ്മുടെ ആ ഒരു ഏരിയയിലെ ദോഷകരമായി ബാധിക്കുന്ന ഫംഗസ് രൂപപ്പെടുകയും അത് ആ ഒരു ഏരിയയിലെ സ്കിന്നിനെയും ആ ഒരു നമ്മുടെ ഉള്ളിലെ ഗർഭപാത്രത്തെ വരെ ബാധിക്കാനായിട്ടുള്ള ഇടയാവുകയും യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഇടയാവുകയും കൂടി ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഏരിയയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ഏരിയയിലെ ഫംഗസിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. നോർമൽ, അതായത് നമുക്ക് വേണ്ടത് അവിടെ നിർത്തുക, ബാക്കിയുള്ള ഫംഗസിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുമൂലം നമ്മുടെ ആ ഒരു ഏരിയയിലെ
ഒരുമാതിരി ഇതായിട്ടിരിക്കും, നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരുമാതിരി വല്ലാതിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് സ്കിന്നൊക്കെ വല്ലാതിരിക്കുക, അതൊക്കെ മാറ്റാനായിട്ട് ഈ പറഞ്ഞ കാര്യം കൊണ്ട് സാധിക്കും. പിന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ നമ്മുടെ പറയാറില്ലേ തുടയിടുക്ക് മുറിയുന്നതായിട്ട് ചില ആൾക്കാർക്ക് പാൻറ്റീസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ തുടയിടുക്ക് പൊട്ടാറുണ്ട്. അതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പാൻറ്റീസിൻ്റെ ഇതുകൊണ്ടാണ്. നമ്മളെല്ലാവരും വലിയ വലിയ വില കൊടുത്ത് പാൻറ്റീസൊക്കെ മേടിക്കാറുണ്ട്, പക്ഷെ എന്നാൽ ചില ആൾക്കാർ കുറഞ്ഞതും മേടിക്കാറുണ്ട്. എല്ലാം ഏതായാലും മേടിക്കുന്നത് നല്ല രീതിയിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് മേടിക്കുക, അല്ലാത്ത രീതിയിലുള്ള, അതായത് ചിലതുണ്ട് നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കും, പക്ഷെ അത് ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ അത് യൂസ് ആവില്ല, അതുകൊണ്ട് നമ്മളത് കുഴപ്പമില്ല, എത്ര വില കൊടുത്ത് മേടിച്ചതാണ്, അത് ഇട്ടാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നീട് നമ്മളത് ഇടുവാണെങ്കിൽ നമ്മുടെ ആ ഒരു പിന്നെയും തുട പൊട്ടുകയും പിന്നെ അവിടെ ഇൻഫെക്ഷൻ രൂപപ്പെടാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇലാസ്റ്റിക് നമ്മൾ എപ്പോഴും, ചില ആൾക്കാർക്ക് ഇലാസ്റ്റിക് ആ ഒരു ഏരിയയിൽ നമ്മുടെ പാൻറ്റീസിന് ഇലാസ്റ്റിക് കാണാറില്ല, അത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. ടൈറ്റായിട്ടുള്ള പാൻറ്റീസ് ധരിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ ഇടുന്ന ഡ്രസ്സുകളുണ്ട്, ഞാനായാലും ജീൻസ് ഇടുന്ന ഒരാളാണ്, നമ്മൾ ബെൽബൂട്ടൻ പാൻറ്റൊക്കെ ഉണ്ടല്ലോ, ലൂസ് ടൈപ്പ് പാൻറ്റൊക്കെ ഇടുന്നവരാണ് പലരുമൊക്കെ. ജീൻസ് ഇടുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാൽ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എയർ കയറുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് നോക്കുക. രാത്രി സമയങ്ങളിൽ ടൈറ്റായിട്ട്, അതായത് ചുരിദാറിൻ്റെ പാൻറ്റൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണെങ്കിലൊക്കെ അത് നിങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ആ ഒരു ഏരിയയിലേക്ക്, നമ്മൾ എപ്പോഴും ടൈറ്റായിട്ട് വെക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ഏരിയ. ആ ഒരു ഏരിയയിലേക്ക് നല്ല രീതിയിൽ എയർ കയറാനായിട്ടും കൂടി നോക്കണം, എന്നാലേ നമ്മുടെ ആ ഒരു ഏരിയയിലെ നമ്മുടെ ആ ഒരു ഈർപ്പമൊക്കെ ഉണങ്ങുകയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഈർപ്പം അതുപോലെ നിൽക്കുകയും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത്രയെല്ലാം കാര്യങ്ങൾ മനസ്സിലായല്ലോ. പറയാൻ പോകുന്നത് PCOD പ്രോബ്ലം. PCOD പ്രോബ്ലം ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം നമ്മുടെ ശരീരത്തിന് ഹോർമോണാണ് PCOD ആയിട്ട് നമുക്ക് പറയുന്നത്. അതായത് സ്ത്രീകളിലാണ് PCOD പ്രോബ്ലം ഉള്ളത്, പുരുഷന്മാരിലില്ല. സ്ത്രീകളെ അലട്ടുന്ന പ്രശ്നമാണ് PCOD പ്രോബ്ലം. PCOD പ്രോബ്ലം കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു അടുത്തൊരു ജനറേഷൻ വരാൻ പോലും ഇടയാവില്ല. അതുകൊണ്ട് തന്നെ PCOD പ്രോബ്ലം ഒരിക്കലും അധികം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിന് PCOD പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റുക. നിങ്ങൾ ഇന്നത്തെ കാലത്ത് പേടിക്കേണ്ട പല ഇതൊക്കെയുണ്ട്, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ആയുർവേദം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഏതാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് PCOD പ്രോബ്ലം പരിഹാരം കണ്ടെത്താനും കൂടി നോക്കുക. കാരണം PCOD പ്രോബ്ലങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് എനിക്ക് അനുഭവമുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മളെ ഇപ്പോൾ PCOD പ്രോബ്ലം ഉള്ളവരിലുണ്ടാകുന്ന പ്രശ്നമാണ്, ചില ആൾക്കാർക്ക് അമിതമായിട്ട് വണ്ണം വെക്കും, ചില ആൾക്കാർ മെലിഞ്ഞു പോകും, ചില ആൾക്കാർക്ക് ഇവിടെ കൂടും, ചില ആൾക്കാരുടെ മുഖത്ത് നിറച്ചും രോമം വരും. ഇപ്പം വാക്സ് ചെയ്താലും രോമം കട്ടിക്ക് തന്നെ വരും. അത് ഈ ഒരു PCOD പ്രോബ്ലത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അതിനൊരു പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫേസിനകത്തുണ്ടാകുന്ന ഹെയർ ഗ്രോത്തും നമ്മുടെ വണ്ണവും ഒക്കെ നല്ലതുപോലെ കുറയുകയൊക്കെ ചെയ്യും. PCOD എന്ന് പറയുന്നത് ഒരു വലിയ മാരകമായ രോഗമല്ല, പക്ഷെ അത് ചികിത്സിച്ചാൽ മാറ്റാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പം വന്ധ്യതയ്ക്ക് വരെ ഇടയാവുകയുണ്ട് PCOD കൂടുതലായി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തുടക്കത്തിലെ തന്നെ നമ്മൾ ചികിത്സിപ്പിക്കേണ്ടതാണ് PCODക്ക് വേണ്ടി. ഞാൻ ഈ PCOD ആയാലും എനിക്കാണെങ്കിൽ PCOD ഉണ്ടായിരുന്നു, പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ആ ഒരു ഏരിയയിലെ ദുർഗന്ധം ഉണ്ടായിരുന്നു, പിന്നെ വെള്ളപ്പോക്ക് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഈ വെള്ളപ്പോക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ വെള്ളപ്പോക്ക്, അതായത് അസ്ഥിയുരുക്കം എന്നാണ് പറയുന്നത്. വെള്ളപ്പോക്ക് പല രീതിയിലുണ്ടാവാറുണ്ട്. സ്റ്റിക്കി രീതിയിലായിട്ടുള്ളതുണ്ട്, പക്ഷേ എന്നാൽ ഭയങ്കരമായിട്ട് ദുർഗന്ധമായിട്ടുള്ള രീതിയിൽ യെല്ലോ കളറിലും നമുക്ക് ഈ ഒരു ഇത് പോകാറുണ്ട്, വൈറ്റ് ഡിസ്ചാർജിങ്, അതായത് വെള്ളപ്പോക്ക്. പിന്നെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഡിസ്ചാർജ് ദുർഗന്ധത്തിലൂടെ പോകുന്നത് അത് കുറച്ച് നേരത്തേക്ക് കാണുള്ളൂ, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. ഇതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമിതമായിട്ടുള്ള സിട്രിക് ആസിഡിൻ്റെ ഉപയോഗം കാരണമാണ് പല ആൾക്കാരിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാറുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കൊണ്ടാണ് ഈ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിങ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ തുളസി ഇട്ട് വെള്ളം കുടിക്കാം, തുളസി അരച്ചിട്ട് കഴിക്കാം, അതും അല്ലെങ്കിൽ ഇപ്പം പേരയ്ക്ക വെള്ളം കുടിക്കാം. അങ്ങനെയൊക്കെ കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു വൈറ്റ് ഡിസ്ചാർജിങ് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഈ ഇത്രയെല്ലാം കാര്യം, അതായത് വൈറ്റ് ഡിസ്ചാർജിങ് ഉണ്ടായിരുന്നു, പിന്നെ അതായത് നമ്മുടെ വെള്ളപ്പോക്ക് കേട്ടോ, പിന്നെ ഫംഗസ്, അവിടുത്തെ ആ ഒരു ഇത് ദുർഗന്ധം, പിന്നെ ആ ഒരു ഏരിയയിലെ കറുപ്പ്, പിന്നെ ആണെങ്കിൽ എനിക്ക് PCOD പ്രോബ്ലം, ഇത്രയെല്ലാം പ്രശ്നങ്ങൾ എന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നു. വീഡിയോസ് കാണുന്നവർക്ക് എന്നെ അറിയാൻ പറ്റും. കാരണം എൻ്റെ മുഖമൊക്കെ വീങ്ങി
വല്ലാതായിരുന്നു. പലരും ചോദിച്ചു ഇത്താ നന്നായല്ലോ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ PCOD പ്രോബ്ലം എന്നെ കുറേയധികം അലട്ടി. കാരണം ഞാൻ വെയിറ്റ് കുറയ്ക്കും, പക്ഷെ എന്നാൽ കുറയും, പിന്നെയും അതേപോലെ തന്നെ എൻ്റെ ശരീരവും മുഖവും ഒക്കെ വീങ്ങും. അങ്ങനെ വളരെയധികം വിഷമിച്ചു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു PCODയുടെ ചെക്കപ്പ് ചെയ്തത്. അങ്ങനെ PCOD ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് PCOD ഉണ്ടായിരുന്നു. PCOD ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമം വന്ന്. അപ്പോഴാണ് ഇതുപോലെ ഞാൻ മുന്നേയും ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിലൊക്കെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു മരുന്ന് അവരുടെ അടുത്ത് ചോദിക്കാം. എനിക്ക് മറ്റുള്ള മരുന്നുകൾ കഴിക്കാൻ വയ്യ. കാരണം ഞാൻ ആ മരുന്നെല്ലാം കഴിച്ച് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ ആയുർവേദത്തെ തന്നെ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഡോക്ടറിനോട് ചോദിക്കുകയും ഡോക്ടർ എനിക്കൊരു മരുന്ന് പറഞ്ഞു തന്ന് അത് ഞാൻ 2 മാസം കഴിച്ച് പിന്നീട് അടുത്ത മാസം ആയപ്പം എൻ്റെ PCOD ചെക്ക് ചെയ്തപ്പം എനിക്ക് നോർമലായി. പിന്നീടാണെങ്കിൽ എൻ്റെ വൈറ്റ് ഡിസ്ചാർജിങ് പ്രോബ്ലം മാറി, ആ ഒരു ഏരിയയിലെ ദുർഗന്ധം ഉണ്ടല്ലോ അത് മാറി, കറുപ്പ് മാറി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റെഗുലറായിട്ട് പീരീഡ് വരില്ലായിരുന്നു. 2 മാസം അല്ലെങ്കിൽ 3 മാസം ഇരിക്കുമ്പോഴായിരുന്നു എനിക്ക് പീരീഡ് വരുന്നത്. കാരണം ഞാൻ വയസ്സ് അത്ര ആയില്ല, എൻ്റെ പീരീഡ് സ്റ്റോപ്പ് ആവുന്ന ഒരു ഏജ് പോലും എനിക്കായിട്ടില്ല. 30 വയസ്സേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എനിക്ക് 30 വയസ്സിൽ പീരീഡ് സ്റ്റോപ്പ് ആവുകയോ ഒരാൾക്കൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ആണെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അങ്ങനെയൊന്നും അല്ലായിരുന്നു. എൻ്റെ ഈ ഒരു PCOD പ്രോബ്ലവും എൻ്റെ ഹോർമോൺസിൻ്റെ ഒക്കെ ഒരു ചേഞ്ചസ് ഒക്കെ കൊണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഉണ്ടായത്. ആൾക്കാരിലാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, അബോർഷന് ശേഷമുള്ള ഇത് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പിന്നെ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ശരീരത്ത് ഹോർമോൺസ് ചേഞ്ചസ് സ്ത്രീകൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ വിചാരിച്ച് ഇപ്പോൾ എന്നെ ആണെങ്കിൽ കൊറോണ വന്നായിരുന്നു. അതിൻ്റെ ശേഷവും ഓപ്പറേഷന് ശേഷമായിരിക്കും എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് എന്ന് ഞാൻ ചിന്തിച്ച് അങ്ങനെ അത് ചിന്തിച്ച് ഞാനത് വിട്ട് കളഞ്ഞു. പിന്നീടാണെങ്കിൽ എനിക്ക് പീരീഡ് വരാതിരിക്കുന്നു, പിന്നെ വണ്ണം വെക്കുന്നു, ചെള്ള ചാടുന്നു, ഇവിടെയൊക്കെ അങ്ങനെ എനിക്ക് ടെൻഷൻ കൂടിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കിട്ടിയ ബ്ലഡ് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയല്ലോ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന്, കാരണം അവരിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം പല കാര്യങ്ങളും എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു മരുന്ന് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നു. അങ്ങനെ 2 മാസം കഴിച്ച് പിറ്റേ മാസം എനിക്ക് കറക്റ്റായിട്ട് പീരീഡ് വന്ന് അതിൻ്റെ പിറ്റേ മാസവും വന്ന് ഇപ്പോൾ മാസം കഴിഞ്ഞ് ഞാൻ 3ാമത്തെ ടാബ്ലറ്റ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ എനിക്ക് ആ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 4 മാസം ആകുന്നുണ്ട്. ഈ 4 മാസം വരെയും എനിക്ക് ഒരു തെറ്റും കൂടാതെ എനിക്ക് പീരീഡ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. PCOD പ്രോബ്ലം ഒക്കെ എനിക്ക് ചെക്ക് ചെയ്തപ്പോഴൊക്കെ കറക്റ്റായി, അതൊക്കെ മാറി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ഒരു ടാബ്ലറ്റ് പലരും ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ അങ്ങനെയൊക്കെ ഇപ്പോൾ ഡോക്ടറിൻ്റെ എന്തെങ്കിലും ഇതില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മളെ സ്ത്രീകളെ അലട്ടുന്ന പ്രശ്നങ്ങൾ പലതുണ്ട്. പീരീഡ് ടൈമിലുണ്ടാകുന്ന പെയിന്, വൈറ്റ് ഡിസ്ചാർജിങ്, നമ്മുടെ ഒരു പ്രൈവറ്റ് ഏരിയയിലുണ്ടാകുന്ന കറുപ്പ്, ദുർഗന്ധം, പിന്നെ പല പ്രശ്നങ്ങളും. സ്ത്രീകളെ ശരീരത്തുണ്ടാകുന്ന താക്കത്ത് കുറവ്, അതായത് താക്കത്തൊന്നും ആരോഗ്യക്കുറവ് ഒക്കെ മാറ്റാനും നമുക്ക് സാധിക്കും. ഈ ഒരു ആരോഗ്യക്കുറവൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ടാബ്ലറ്റിൽ ഈ ഒരു മെഡിസിനിൽ നിന്ന് സാധിക്കും. കൂടാതെ തന്നെ നമുക്ക് നല്ല എനർജിയാണ്, നമുക്ക് വണ്ണമൊന്നും അല്ല വെക്കുന്നത്, നമുക്ക് ആരോഗ്യം ഉണ്ടാക്കുന്നതാണ്. ആരോഗ്യം നല്ല രീതിയിൽ കിട്ടും. ആരോഗ്യം കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാനും നമ്മുടെ ഹോർമോൺസൊക്കെ നല്ലപോലെ ബാലൻസ് ചെയ്ത് പോകാനൊക്കെ ഈ ഒരു ടാബ്ലറ്റിൽ നിന്ന് സാധിക്കും. അധികം വലിച്ചു നീട്ടുന്നില്ല. ഞാനത് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു തെളിവ് സഹിതം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, എല്ലാം ഞാൻ കാണിക്കാം. ഇവിടെ അതൊരു ഫേക്കൊന്നും എനിക്ക് കാണിക്കണ്ട. കണ്ടോ, എല്ലാം ഞാൻ ഇത് അവരുടെ അടുക്ക ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെത് മരുന്ന് കണ്ടോ, ഇതാണ് മരുന്ന്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ ഇതാണ് മരുന്ന്. 30 ടാബ്ലറ്റോളം ഉണ്ട് ഇതിനകത്ത്. കണ്ടല്ലോ, ഞാൻ പറയുന്നത് തമാശയൊന്നുമല്ല. നിങ്ങൾ മേടിച്ചൊന്ന് ഉപയോഗിക്കുമ്പോഴേ നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വില സഹിതം ഇതിൽ കൊടുത്തിട്ടുമുണ്ട്. നമുക്കിപ്പോൾ 2 പ്രാവശ്യം കഴിച്ചാൽ മതി, ഇത്രയൊന്നും ആവത്തില്ല. ഇതിനെക്കാട്ടി വില കുറവാണ്. ഇത് ആയുർവേദിക് ആയതുകൊണ്ട് മറ്റുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ബോഡിക്ക് ഉണ്ടാവില്ല. കണ്ടോ, എല്ലാം കണ്ടല്ലോ. ഞാൻ ഇനി നിങ്ങൾക്ക് മേടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറയാം.
അവരുടെ ഹോസ്പിറ്റലാണ്. 4 അവർക്ക് ഹോസ്പിറ്റലുണ്ട്. അതിനകത്ത് ഇതാണ് നമുക്ക് മേടിക്കേണ്ട അവരുടെ വെബ്സൈറ്റ്. ഈ ഫോൺ വഴി മേടിക്കുമ്പോൾ അവർക്ക് അവരുടെ വാട്സാപ്പിലൂടെ നമുക്ക് മേടിക്കാൻ കഴിയും. കണ്ടല്ലോ, ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഇത് ശരിക്കും തിരക്കാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ. നിങ്ങൾ വന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഞെട്ടും, അത്രമാത്രം തിരക്കാണ് ഇവരുടെ ഹോസ്പിറ്റലിൽ. കണ്ടോ, ഇതാണ് അവരുടെ ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് ഇതുവഴി മേടിക്കാവുന്നതാണ് ഈ ഒരു മരുന്ന്. ഉണ്ടല്ലോ ഒരു ടാബ്ലറ്റൊക്കെ. ഞാൻ ഈ ഒരു ടാബ്ലറ്റ് ഞാൻ പറഞ്ഞ 2 മാസം കഴിച്ച് ഇപ്പം 3-ാമത്തെ മാസത്തിൻ്റെ ആ ഒരു ടാബ്ലറ്റ് ഇടയ്ക്കിടയ്ക്കേ കഴിക്കാറുള്ളൂ. ഞാൻ അത് റെഗുലറായി കഴിക്കുന്നില്ല. 2 മാസം ഞാൻ റെഗുലറായി കഴിച്ചു, 3-ാമത്തത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുള്ളൂ. കാരണം ഈ 2 മാസം കഴിച്ചതിന് ശേഷം എനിക്ക് മെൻസസ് വന്നപ്പോഴും വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വേദന പോലും ഇല്ലായിരുന്നു. ഞാൻ പോലും അറിഞ്ഞില്ല എനിക്ക് പീരീഡ് ആയെന്ന് പോലും. കാരണം ഞാൻ ബാത്റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്താണ് എനിക്ക് പീരീഡ് ആയെന്ന് പോലും ഞാൻ അറിയുന്നത്. പെയിനില്ല, നമ്മുടെ നടുവിന് വേദനയില്ല, കാലിന് വേദനയില്ല, വോമിറ്റിംഗ് പ്രോബ്ലം ഇല്ല, ഒരു പ്രോബ്ലവും എനിക്കില്ലായിരുന്നു. കാരണം എനിക്ക് പീരീഡ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരുന്നു. ഈ ഒരു മരുന്ന് കഴിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള പ്രോബ്ലം ഒന്നുമില്ല. ഞാനാണെങ്കിൽ വളരെ ഹാപ്പിയാണ് ഈ ഒരു മരുന്ന് കഴിച്ചതിന് ശേഷം. നിങ്ങൾക്കും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മരുന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് ഫേക്കല്ല, ഒരു ഡോക്ടറാണ് ഇത് മരുന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് മറ്റുള്ളവർ കമ്പനി പ്രൊമോഷനോ ഒന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കില്ല. എന്തായാലും ഈ ഒരു മരുന്ന് നിങ്ങൾ കഴിച്ചു നോക്കൂ, നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം ഒക്കെ മാറ്റാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. ആ ഒരു മരുന്ന് മേടിക്കുന്നതിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഇത് പ്രൊമോഷൻ അല്ല, കാരണം മരുന്ന് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു വരുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തു കൂടെ വെക്കാം. എന്തായാലും നിങ്ങൾ ആ മരുന്നൊക്കെ ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കൂ. നിങ്ങളുടെ ആ ഒരു പ്രശ്നമൊക്കെ മാറ്റാൻ എളുപ്പം തന്നെ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.